ശങ്കരാഭരണം രാഗത്തിൽ രൂപക താളത്തിലുള്ള ജതിസ്വരത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നമ്മളിപ്പോൾ പഠിക്കും. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഓർത്ത് ഇത് മനസ്സിലാക്കുക. ഇതിലും രൂപക താളത്തിൻ്റെ ആദ്യത്തെ ആറക്ഷരം 4ഉം 2ഉം ആയിട്ടും അടുത്ത ആറക്ഷരം ഓരോന്നോരോന്നായിട്ടും അങ്ങനെയാണ് മൂന്നാമത്തെ ഭാഗം വരുന്നത്. മ മ പ മ ഗ സ രി ഗ മ മ പ ദ പ പ മ ഗ മ മ 4ഉം 2ഉം പിന്നെ 6 അങ്ങനെ 4 താളവട്ടം വരും. മ മ പ മ ഗ സ രി ഗ മ മ പ ദ പ പ മ ഗ മ മ പ സ നി ദ പ മ മ ഗ രി ഗ സ രി ഗ. ഇത്രയും ഒരു ഭാഗമാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗം മാഗ എന്നുള്ള മൂലക്ഷരവും അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ബാക്കി സ്വരങ്ങളും. മാഗ സ രി സ മാഗ സ പ പ മാഗ ദ പ പ മഗ മ പ ധ നി. ഇതാണ് രണ്ടാമത്തെ ഭാഗം. ഇത് നമുക്ക് 2 ഭാഗമായിട്ട് വായിക്കാം. ആദ്യത്തിൽ 4ഉം 2ഉം 6ഉം 4ഉം 2ഉം 6ഉം അങ്ങനെ 4 താളവട്ടം. മ മ പ മ ഗ സ രി ഗ മ മ പ ദ പ പ മ ഗ മ മ പ സ നി ദ പ മ മ ഗ രി ഗ സ രി ഗ. ഇത്ര നമുക്ക് ആദ്യം വായിക്കാം. ആദ്യത്തെ താളവട്ടം വായിച്ച് നിർത്തുന്നത് നിഷാദത്തിലാണ്. ആ നിഷാദത്തിൽ നിന്ന് മധ്യമത്തിലേക്ക് വരണം. ആ മധ്യമം ഗാന്ധാരം തള്ളി വായിക്കണം. അപ്പോൾ ആദ്യത്തെ താളവട്ടം വായിച്ചിട്ട് നമുക്ക് ഇത് തുടങ്ങാം. ആദ്യം സ സ ഈ നീന്ന് മൂന്നാമത്തെ ഭാഗം തുടങ്ങുന്ന മധ്യമത്തിലേക്ക് പോവുക. ആ മധ്യമം ഗാന്ധാരം തള്ളി വായിക്കുക. ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ഒന്നുകൂടി. ഇത് വായിക്കുമ്പോൾ ഇടയ്ക്ക് വരുന്ന ജന്റസ്വരം അവരോഹണ രീതിയിൽ തന്നെ വായിക്കണം. അതായത് പദ പാപ്പ മഗ. ഇങ്ങനെയാണ് പദ പാപ്പ മഗ വായിക്കേണ്ടത്. ഈ നിഷാദത്തിൽ നിന്നാണ് മധ്യമത്തിലേക്ക് പോവുക. ആ മധ്യമം ഗാന്ധാരം തള്ളി വായിക്കുക.
ആ ആറക്ഷരം അതുപോലെ തന്നെ വായിക്കുക. പിന്നെ പദ പ പ മ ഗ. പിന്നെ മാമ ആറക്ഷരം 4ഉം 2ഉം. അടുത്തത് പ സ നീ ദ പ. പിന്നെ മാ 4 അക്ഷരം. പിന്നെ ഗരിഗ സരിഗ. ഇത്രയാണ് ആദ്യത്തെ ഭാഗം. ഈ മൂന്നാമത്തെ ചരണത്തിൽ ആദ്യത്തെ ഭാഗം ഇങ്ങനെ വായിക്കുക. 4ഉം 2ഉം പിന്നെ 6 അക്ഷരം. പിന്നെ 4ഉം 2ഉം 6 അക്ഷരം. ഈ 4ഉം 2ഉം ആണ് മധ്യമം. മ മ പ മ ഗ സ രി ഗ മ മ പദ പ പ മ ഗ മ മ പ സ നീ ദ പ മ മ ഗ രി ഗ സ രി ഗ. ഒന്നുകൂടി വായിക്കാം. നിഷാദത്തിന് വരിക. ഒന്നുകൂടി വായിക്കാം. നിഷാദത്തിന് വന്നിട്ട് മാല തുടങ്ങുന്നതാണ്. അടുത്തത് വായിക്കുമ്പോൾ മാഗ സരി സ മാഗ സ പ പ മാഗ ദ പ പ മഗ മ പ ധ നി. മാഗ 3 അക്ഷരം പിന്നെ 3 അക്ഷരം. മാഗ സരി ഗ മാഗ. അങ്ങനെ മാഗ പ്ലസ് 3 എണ്ണം. അങ്ങനെ 3 3 3 3 ആയിട്ടാണ് അടുത്ത ഭാഗം പോകുന്നത്. ഗരി ഗ സരി ഗ വരെ നമ്മൾ വായിച്ചു. പിന്നെ 3 അക്ഷരം 3 അക്ഷരം 3 അക്ഷരം 3 അക്ഷരം 3 അക്ഷരം. മാഗ സരി സ മാഗ സ പ പ മാഗ. ആ മാ അടിച്ചു വായിക്കുക. പിന്നെ ഇവിടെ നിന്ന് മാഗ സരി സ മാഗ സ പ പ മാഗ ധ പ പ മഗ മ പ ധ നി. എന്നിട്ട് ആദ്യത്തേത് വായിക്കുക. ഈ മധ്യമത്തിൽ തുടങ്ങുന്ന മൂന്നാമത്തെ പാട്ട് മൊത്തമായിട്ട് ഒന്ന് പാടി കേൾപ്പിക്കാം. മ മ പ മ ഗ സ രി ഗ മ മ പദ പ പ മ ഗ മ മ പ സ നീ ദ പ മ മ
ഗരി ഗ സരി ഗ മാ ഗ സരി സ മാ ഗ സ പ പ മാ ഗ ദ പ പ മ ഗ മ പ ദ നി. അവസാനത്തെ നാലാമത്തേതായ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.